സദൃശ്യവാക്യം 19-ാം അധ്യായം 21-ാം വാക്യം. മനുഷ്യരുടെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്, എങ്കിലും ദൈവത്തിൻ്റെ ആലോചന ഏതോ അതുമാത്രം നിവൃത്തിയാകും. ദൈവത്തിന് മഹത്വം. അനുഗ്രഹം നിറഞ്ഞ ഒരു പ്രഭാതം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ, തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. മനുഷ്യരുടെ ഹൃദയത്തിൽ പല വിചാരങ്ങളുണ്ട്. ആ വിചാരങ്ങൾ പലപ്പോഴും അവൻ്റെ ആഗ്രഹങ്ങളാകാം, അവൻ്റെ തീരുമാനങ്ങളാകാം, അവൻ്റെ മോഹങ്ങളാകാം, അവൻ്റെ സ്വപ്നങ്ങളാകാം, അവൻ്റെ കടപ്പാടാകാം, അവൻ്റെ ഉത്തരവാദിത്വമാകാം, അവൻ്റെ ബലത്തെയും അവൻ്റെ സമൃദ്ധിയെയും പ്രകടമാക്കുവാനുള്ള പല ബുദ്ധികളുമാകാം. എന്തായിരുന്നാലും ശരി, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു അത് ദൈവിക ആലോചനയോട് കൂടിയ ഒരു കാര്യമാണെങ്കിൽ അത് നിവൃത്തിയാകും. ഇല്ലായെങ്കിൽ നമ്മൾ എത്ര പ്രയത്നിച്ചിരുന്നാലും അതിനെ പൂർത്തീകരിക്കുവാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ ആലോചന മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അല്ലാത്തതൊന്നും നിലനിൽക്കുകയില്ല, പൂർത്തീകരിക്കാൻ കഴിയുകയില്ല. നോക്കൂ, നമ്മൾ സമ്പത്തുണ്ടായിട്ട് പല കാര്യങ്ങൾ ചിന്തിക്കും. ആ സമ്പത്ത് കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മളൊരു ഡിസൈൻസ് ഉണ്ടാക്കും. അതിനുവേണ്ടി പല ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് വഴികൾ, അതിലേക്ക് സാധ്യമാക്കുന്ന അനേക വഴികൾ നമ്മൾ ചിന്തിക്കും. പലപ്പോഴും നമ്മുടെ ആഗ്രഹം കൊണ്ട് പലതും നമ്മൾ ആഗ്രഹിച്ച് ഒരു സ്വപ്നം എന്നതുപോലെ നമ്മൾ അതിനെ ആഗ്രഹിക്കും, പദ്ധതിയിടും. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമുക്ക് തരുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നീ നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ, നിന്റെ ആഗ്രഹങ്ങളെ, നിന്റെ വിചാരങ്ങളെ ദൈവത്തെ ഫലമേൽപ്പിക്കുകയാണെങ്കിൽ, ദൈവിക ആലോചന പോലെ ആ ആഗ്രഹങ്ങളിന്മേൽ, ആ വഴികളിന്മേൽ ദൈവം ഒരു പദ്ധതി കൊണ്ടുവരും. അത് നിലനിൽക്കും, അത് സാധ്യമാകും. ഒരുപക്ഷെങ്കിൽ നിന്റെ കയ്യിൽ പണമുണ്ട്, ഇല്ലെങ്കിൽ പണമില്ല, ഇത് ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിൻ്റെ ആലോചനകൾ നിന്നിൽ കൂടെ നടപ്പാക്കാൻ ദൈവം പദ്ധതി ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള ആവശ്യങ്ങളും ദൈവം അതിനോടൊപ്പം കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവിക ആലോചനയില്ലാതെ നമ്മൾ പല കാര്യങ്ങൾ ഒരുപക്ഷെങ്കിൽ ദൈവത്തിന് പ്രസാദകരമാകും എന്നുള്ളതായ നമ്മുടേതായ ചിന്ത കൊണ്ട് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പദ്ധതി ഇട്ടേക്കാം, ആലോചന ചെയ്തേക്കാം. ഉദാഹരണമായി പറഞ്ഞാൽ, യേശുവിൻ്റെ സഹോദരനായ യൂദ ഒരിക്കൽ ജനത്തിനൊരു ആലോചന കൊടുക്കണമെന്ന് കരുതി ഒരു ലേഖനം എഴുതണം. താൻ ആ ലേഖനത്തിൽ ഉദ്ദേശിച്ചിരുന്ന ആശയം പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ. ആർക്കും കുഴപ്പമില്ലാതെ, ആരെയും വേദനിപ്പിക്കാതെ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന, സകലർക്കും രക്ഷയുടെ കവാടം തുറന്നുകൊടുത്ത് സകലരെയും സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന ഒരു പൊതുവായ രക്ഷ, എല്ലാവരെയും പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു രക്ഷയുടെ സന്ദേശം. യൂദയ്ക്ക് അത് വളരെ ആശ്വാസകരമായ ഒരാലോചനയായിരുന്നു. അതിലേക്കുള്ളതായ യഥാർത്ഥമായ കണ്ടന്റ് എല്ലാം താൻ മനസ്സിൽ വിചാരിച്ചു. അതിനെക്കുറിച്ച് ഒരുപക്ഷെങ്കിൽ താൻ ചെറിയ ചെറിയ കുറിപ്പുകളൊക്കെ തയ്യാറാക്കി കാണുമായിരിക്കാം. എന്നാൽ അതൊരു ലേഖനമാക്കുവാൻ വേണ്ടി താൻ അതിൻ്റെ സാമഗ്രികളുമായിട്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ സന്ദർശിച്ചു. അതാണ് യൂദായുടെ ലേഖനം. 1, 2, 3 വാക്യങ്ങളിൽ നാം വായിച്ചു നോക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, സഹോദരന്മാരെ, പൊതുവിലുള്ള ഒരു രക്ഷയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നങ്ങളും കഴിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിനെ സന്ദർശിച്ച് പറഞ്ഞു, അതല്ല നീ എഴുതേണ്ടത്. വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ജനത്തെ പ്രബോധിപ്പിച്ചു കൊണ്ടുവേണം നീ ലേഖനം എഴുതേണ്ടത് എന്ന് തനിക്ക് ആലോചനയുണ്ടായി. അപ്പോൾ പൊതുവിലുള്ള രക്ഷ അല്ലെങ്കിൽ ഒരു കോമൺ സാൽവേഷനെ കുറിച്ചുള്ള ഒരു ഐഡിയ പെട്ടെന്ന് ദൈവം എടുത്ത് മാറ്റി. എന്നിട്ട് അദ്ദേഹം എഴുതുവാൻ തുടങ്ങുകയാണ്.
മിസ്രൈമിൽ നിന്ന് ദൈവം ജനത്തെ മുഴുവനും രക്ഷിച്ചു കൊണ്ടുവന്നു എങ്കിലും അവരിൽ എല്ലാവരും കനാൻ ദേശത്തിൽ പ്രവേശിച്ചില്ല. വേദനാജനകമായ ഒരു സന്ദേശം, ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സന്ദേശം, ഇല്ലെങ്കിൽ പ്രതീക്ഷയ്ക്കപ്പുറമായിട്ടുള്ള ഒരു സന്ദേശം. എല്ലാവരും കനാനിൽ പ്രവേശിച്ചില്ല, എല്ലാവരും പുറപ്പെട്ടു. പക്ഷെങ്കിൽ ഇവിടെ പ്രവേശനം എല്ലാവർക്കും ലഭിച്ചില്ല. ആലോചനയെ മാറ്റിക്കളഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ ദാവീദ് സമ്പന്നതയിലെത്തിയപ്പോൾ 2 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, ദാവീദ് താനും തനിക്ക് ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്നെല്ലാം ഒരു വിടുതൽ ലഭിച്ച ശത്രുക്കളെയെല്ലാം അമർത്തി പരാജയപ്പെടുത്തി സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വസ്ഥതയോടെ തൻ്റെ അരമനയിൽ പാർക്കുന്ന നാളുകളിൽ ദാവീദിന് പെട്ടെന്ന് മനസ്സിന് ഒരു പ്രയാസം. ഞാൻ അരമനയിൽ പാർക്കുന്നു, എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പെട്ടകമോ നിയമപ്പെട്ടകമോ തിരശ്ശീലയ്ക്കുള്ളിൽ, അതായത് ഒരു ടാർപ്പായിട്ട് പൊതിഞ്ഞ് ഒരു അന്യൻ്റെ ദേശത്ത് അവരുടെ ആ ഷെഡിനകത്ത് വെച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത് ശരിയല്ല. എൻ്റെ അരമനയോട് ചേർന്ന് തന്നെ ദൈവത്തിനൊരാലയം പണിയണം, ആ നിയമപ്പെട്ടകം കൊണ്ടുവന്ന് അവിടെ വയ്ക്കണം. ഞാൻ പണിയുന്ന ആലയം സർവ്വസമ്പത്തോടും പൊന്നും വെള്ളിയും ദൈവം എനിക്ക് തന്നതായ ഞാൻ പ്രയത്നിച്ചുണ്ടാക്കിയതായ സകല സമ്പത്തുകളും ചേർത്ത് അത് പണിയണം. നല്ല ആഗ്രഹമല്ലേ? ഇത് കേട്ടപ്പോൾ നാഥാൻ പ്രവാചകൻ അത് കേട്ടപ്പോൾ, അദ്ദേഹമാണ് ദാവീദിന് എല്ലാ ആലോചനകളും പറഞ്ഞു കൊടുക്കുന്നത്. ആ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, യജമാനൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിന് പ്രസാദകരമാകട്ടെ. വലിയ കാര്യമല്ലേ, ദൈവത്തിന് വേണ്ടി ചെയ്യല്ലേ, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ആ രാത്രിയിൽ പ്രവാചകനായ നാഥാനെ ദൈവത്തിൻ്റെ ആത്മാവ് സന്ദർശിച്ചു, ശാസിച്ചു. നാഥാനെ, എന്നോട് ചോദിക്കാതെ നീ ദാവീദിന് പച്ചക്കൊടി കാട്ടിയതെന്ത്? പെട്ടെന്ന് ഈ രാത്രിയിൽ എഴുന്നേറ്റ് അരമനയിൽ ചെന്ന് ദാവീദിനെ വിളിച്ചുണർത്തി അവനോട് പറയണം, തലേ ദിവസം നീ പറഞ്ഞതായ കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കാതാണ് ഞാൻ പറഞ്ഞത്, എന്നോട് ക്ഷമിക്കണം. ദൈവത്തിൻ്റെ ആലോചന ഇതാ വന്നിരിക്കുന്നു. ആലയം നീ പണിയണ്ട, നീ അല്ല പണിയേണ്ടത്. ദാവീദിന് ഇടിവാളേൽക്കുന്നത് പോലെയുള്ള ഒരു കാര്യമായി പോയി. അവൻ്റെ ജീവിതത്തിൽ ദൈവം അംഗീകരിച്ച ഒരു പദ്ധതിയായി അവൻ്റെ മനസ്സിൽ സന്തോഷത്തോടെ കിടന്നുറങ്ങുന്ന സമയം വിളിച്ചുണർത്തി നാഥാൻ പ്രവാചകൻ പറയുകയാണ്, നീ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല. ദൈവം ഒരാലയം പണിയുവാൻ പദ്ധതിയെടുത്തുണ്ടെങ്കിൽ അത് ഇല്ലായ്മയിൽ നിന്ന് അതിന് യോഗ്യരായിട്ടുള്ളവരെ കൊണ്ട് അത് ചെയ്യിക്കും. നീയോ ദാവീദേ ആ വിഷയത്തിൽ ഭാരപ്പെടണ്ട. പ്രൈസ് ദി ലോർഡ്. 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു. രണ്ടും ദൈവത്തിന് പ്രസാദകരമെന്ന് രണ്ടുപേരും ചിന്തിച്ചു. പക്ഷെങ്കിൽ ദൈവത്തിന് നമ്മുടെ സമ്പത്തോ നമ്മുടെ ആലോചനയോ നാം ചിന്തിക്കുന്നതായ വഴികളോ ദൈവത്തിന് പ്രസാദമല്ല. ദൈവം തനിക്ക് ആവശ്യമെങ്കിൽ 1000 ദാവീദുമാരെ എഴുന്നേൽപ്പിച്ച് 1000 ആലയങ്ങൾ കെട്ടിപ്പടുക്കുവാൻ സർവശക്തനായ ദൈവത്തിന് പദ്ധതി അത് ഇടുവാൻ കഴിയും. അത് ദൈവം ചെയ്യും. എന്നാൽ നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്യുന്നതെന്തും ദൈവം അതിൻ്റെ മധ്യത്തിൽ വെച്ച് തന്നെ തകർക്കും. നമുക്ക് വലിയൊരു ഗുണദോഷമാണ്, ആലോചനയാണ്. ഇനിയും ഒരു പക്ഷെങ്കിൽ നിന്റെ ആഗ്രഹം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണെങ്കിൽ നിനക്കതിന് നിവർത്തിയില്ലെങ്കിലും കഴിവില്ലെങ്കിലും ശക്തിയുള്ള കരം നിന്നോടൊപ്പം വരും. നിന്നെ അതിന് പ്രാപ്തനാക്കും. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും നീ ചെയ്യുവാൻ ആഗ്രഹിച്ചു. നിനക്കതിന് സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ദൈവത്തിനോട് ആലോചന ചോദിച്ചിട്ടുള്ള ഒരു വിഷയമാണെങ്കിൽ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് നിന്നെ അതിന് ദൈവം പ്രാപ്തനാക്കും. അത് സാധ്യമാകും. ഇല്ലായെങ്കിൽ അതിനെ പൂർത്തീകരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. നമുക്ക് ദൈവത്തിൻ്റെ ആലോചന ഈ പ്രഭാതത്തിൽ തരുന്നത്, നീ എന്ത് ചെയ്താലും
ദൈവത്തോട് ആലോചന ചോദിക്കണം. തിരുവചനം നാം തുറന്നു നോക്കുമ്പോൾ ആദ്യമായി എഴുതിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ആദിയിൽ ദൈവം, ഇൻ ദ ബിഗിനിങ് ഗാഡ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം. ആ ദൈവത്തോടുകൂടെ ആരംഭിക്കുന്ന ഏത് പ്രവൃത്തിയും, ആ ദൈവത്തോട് ചോദിച്ച് ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അത് നിലനിൽക്കും. നമ്മൾ വിചാരിക്കും ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതല്ലേ, അത് ദൈവം അംഗീകരിക്കത്തില്ലയോ എന്ന് വിചാരിക്കും. നാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. നാം നമുക്ക് വേണ്ടി ചെയ്യണം, അത് ദൈവത്തോട് ആലോചന ചോദിച്ചുകൊണ്ട് ചെയ്യണം. നമ്മുടെ ആത്മാവിന് വേണ്ടി ചെയ്യണം, നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടി ചെയ്യണം, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യണം. ദൈവത്തിൻ്റെ നിലനിൽപ്പും ദൈവത്തിൻ്റെ നിത്യതയും നാം ചിന്തിക്കാതെ തന്നെ, നാം ചെയ്യാതെ തന്നെ ദൈവം നിത്യം ദൈവമാകുന്നു. അവൻ അനന്യനാകുന്നു. അവൻ ഇന്നലെയും ഇന്നും അനന്യൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ പല വിചാരങ്ങളും ദൈവത്തോട് ആലോചന ചോദിക്കാതെ നടത്തുവാൻ നമ്മൾ തുനിഞ്ഞിട്ടുണ്ടാകാം. പലപ്പോഴും അതിന് തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടാകാം. എന്നാൽ ദൈവം നിനക്ക് തരുന്നതായ ചില ആലോചന പ്രകാരം ചെയ്യുന്ന പ്രവൃത്തികൾ, ഏത് തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ സർവശക്തൻ ഇറങ്ങി വരും. അതിൻ്റെ തടസ്സങ്ങളെ മാറ്റുവാൻ ദൈവം തക്ക സമയത്ത് ഇറങ്ങി വരും. ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം നിനക്ക് തരുന്നതായ ചില വാഗ്ദത്തങ്ങളുടെ നിവൃത്തി തക്ക സമയത്ത് അതിനെ ഉയർത്തി കാണിക്കുവാൻ, അതിനെ സഫലീകരിക്കുവാൻ, അതിനെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം ദൈവം സകല വഴികളും തുറന്നുകൊണ്ട് നിനക്ക് ആലോചന തരും, നിനക്ക് ശക്തി പകരും. നിന്റെ കണ്ണിൽ അത് അതിശയമായി തീരും. നിന്റെ തലമുറകളുടെ മുൻപിൽ അതൊരു അതിശയകരമായ ഒരു വിഷയമാകും. നിന്റെ ദേശത്ത് നീ ഉൾപ്പെട്ട് നിൽക്കുന്നവരുടെ മുൻപിൽ അത് നിനക്കൊരു അതിശയമായ സാക്ഷ്യത്തിന് കാരണമായി തീരും. നാം വായിച്ച ആ വേദഭാഗത്തിലേക്ക് വീണ്ടും വരാം. സദൃശവാക്യം 19-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം, മനുഷ്യരുടെ ഹൃദയത്തിൽ ഒരുപാട് വിചാരങ്ങളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് പദ്ധതിയുണ്ട്, ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ഒരുപാട് വഴികളുണ്ട്, ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്, ഒരുപാട് സാധ്യതകളുണ്ട്. എന്നാൽ എല്ലാം ദൈവേഷ്ടമാകണമെന്നില്ല, ദൈവത്തിൻ്റെ ആലോചന പ്രകാരം ഉള്ളതാകണമെന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അപ്പനും മകനും എന്നുള്ള ഒരു ബന്ധത്തിൽ ദൈവത്തോട് നാം ആയിരിക്കുന്നുവെങ്കിൽ ആ ദൈവം തൻ്റെ ആലോചന പ്രകാരം തക്ക സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ വിചാരങ്ങളെ സാധ്യമാക്കും. ആ സാധ്യമാക്കുന്ന നിമിഷം വരെയും തന്നോട് ആലോചന ചോദിച്ച് തൻ്റെ ആലോചനയുടെ കീഴിൽ താണിരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് ശക്തിയും ബലവും ജ്ഞാനവും കൃപയും തെരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.